വിജയന്റെ വിശ്വസ്ത എന്ന പദവിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ചുവടും മാറ്റിയതിനെ കുറിച്ചാണ് ഇപ്പോൾ സിവിൽ സർവീസ് വൃത്തങ്ങളിൽ വലിയ ചർച്ചകളും മുറുമുറുപ്പുകളും ഉയരുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ ഒരാളായാണ് അവർ അറിയപ്പെട്ടിരുന്നത്. പത്തനംതിട്ട കളക്ടർ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പോലെയുള്ള അതീവ പ്രാധാന്യമുള്ള പദവിയിലേക്ക് അവരെ നിയോഗിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ വിജയകരമായ മുന്നേറ്റങ്ങളിൽ എല്ലാം തന്നെ പിണറായി വിജയന്റെ ദീർഘവീക്ഷണത്തെയും ഭരണശൈലിയെയും പരസ്യമായി പുകഴ്ത്താൻ അവർ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. എന്നാൽ സംസ്ഥാനത്ത് പുതിയ UDF സർക്കാരും മുഖ്യമന്ത്രിയായി VD സതീശനും അധികാരമേറ്റതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പുതിയ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മുൻപന്തിയിൽ തന്നെ ദിവ്യ എസ് അയ്യർ എത്തിയതാണ് സഹപ്രവർത്തകരായ IAS ഉദ്യോഗസ്ഥരെ പോലും അമ്പരിപ്പിച്ചത്. കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ KS ശബരിനാഥിന്റെ ഭാര്യയായ ദിവ്യ തന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം മുൻനിർത്തിയാണ് ഈ ചുവടുമാറ്റം നടത്തുന്നതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് G കാർത്തികേയന്റെ മരുമകളാണ് അവർ. VD സതീശന്റെ രാഷ്ട്രീയത്തിൽ വളർന്നത് G കാർത്തികേയന്റെ ശിഷ്യനായിട്ടായതുകൊണ്ട് തന്നെ ആ ഒരു ആത്മബന്ധവും കുടുംബ മഹിമയും ഉപയോഗിച്ച് പുതിയ സർക്കാരിന്റെ കാലത്തും തന്റെ സുപ്രധാന പദവികൾ സംരക്ഷിക്കാനാണ് ദിവ്യ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഭരണം മാറുമ്പോൾ ഉദ്യോഗസ്ഥർ പുതിയ സർക്കാരുമായി സഹകരിച്ചു പോകുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ മുൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തയെ നടക്കുകയും ഭരണം മാറിയ ഉടൻ തന്നെ തന്റെ കോൺഗ്രസ് പാരമ്പര്യം പുറത്തെടുത്തത് പുതിയ മുഖ്യമന്ത്രിയോട് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശുദ്ധ അവസരവാദമാണെന്നാണ് സഹപ്രവർത്തകർക്കിടയിലെ പൊതുവെയുള്ള സംസാരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഈ സാഹചര്യത്തിൽ MD സ്ഥാനത്ത് തന്നെ തുടരാൻ ചില സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ വഴി അവർ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും സെക്രട്ടേറിയറ്റ് വൃത്തങ്ങളിൽ സംസാരമുണ്ട്. ഇടതുപക്ഷത്തിന്റെ കാലത്ത് പിണറായിയുടെ ആളായും വലതുപക്ഷം വരുമ്പോൾ സതീശന്റെ ആളായും മാറുന്ന ഈ തന്ത്രപരമായ നിലപാടിനെതിരെ കേരളത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതൃപ്തിയും പുകയുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്.